ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ആത്മാവിലുള്ള വിവശത, ആത്മാവിൻ്റെ നിറവ്, ആത്മാവിൻ്റെ അഭിഷേകം. വേറെ ആരും കൂടെ ഇല്ല. അപ്പോസ്തലന് പത്മോസ് ദ്വീപിൽ ഏകാഗിയായിരിക്കുന്ന സമയത്താണ് ആത്മാവിൻ്റെ വിവശത വന്നത്. ഏകാഗിയായിരിക്കുകയാണ്, ആരോരും കൂടെ ഇല്ല. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാർ ഓരോരുത്തരായി വധിക്കപ്പെട്ടു, രക്തസാക്ഷികളായി തീർന്നു. സ്വാഭാവിക മരണം വരിക്കാൻ ഈ യോഹന്നസ്ലീഹ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും വധിക്കപ്പെടുകയാണ് ചെയ്തത്. പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു. സെൻറ്റ് പോൾസ് പൗലോസ്ലീഹായെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. ഓരോരുത്തരും ഓരോ തരത്തിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോസ്തലനായ യോഹന്നാൻ നല്ല വാർദ്ധക്യമായി. ആരെങ്കിലും ഒന്ന് കയ്യിൽ പിടിച്ച് വേണം എഴുന്നേൽപ്പിക്കാൻ. തീർത്തും അവശനായി. ഭക്ഷണമില്ല, ജലപാനമില്ല. കടലിലെ ഉപ്പുരസമുള്ള വെള്ളം കുടിച്ച് ജീവിക്കാൻ പറ്റുകയില്ലല്ലോ. കടലോരത്താണ്, ചുറ്റും കടലാണ്. ഒരു ചെറിയ തുരുത്തിൽ അപ്പോസ്തലനെ ഒറ്റയ്ക്ക് പാർപ്പിച്ചിരിക്കുകയാണ്. ആരെയും കാണാൻ കിട്ടുന്നില്ല. ഒരുമിച്ച് മുട്ടുമടക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഒരുമിച്ചൊന്ന് സ്തുതിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ദാഹിക്കുകയാണ്, കൂട്ടായ്മയ്ക്ക് വേണ്ടി ദാഹമുണ്ട്. അപ്പോസ്തലൻ ഇങ്ങനെ മനസ്സ് നൊന്ത് വിങ്ങി വലഞ്ഞിരിക്കുകയാണ്. ഏകാഗ്രതയിൽ കഴിയുന്ന അപ്പോസ്തലൻ നമുക്കൊരു പാഠം തരികയാണ്. ഏകാന്തതയിൽ വലയുന്ന അപ്പോസ്തലൻ നമുക്കൊരു പാഠം തരികയാണ്. എന്താണ് പാഠം? എന്താണ്? ഏകാന്തതയിൽ കഴിയുന്നവർക്ക് ആശ്വാസമായി യേശുക്രിസ്തു വരുമെന്ന്. ആത്മാവിൻ്റെ വിവശത വന്നാൽ മതി, ആത്മാവിന് നിറവ് ലഭിച്ചാൽ മതി, പരിശുദ്ധാത്മാവിന് നൽവരം കിട്ടിയാൽ മതി, പരിശുദ്ധാത്മാവ് നമ്മുടെ തലമേൽ ഇറങ്ങിയാൽ മതി, നമുക്ക് സമാധാനമാകും. നീറിപ്പുകയുന്ന ഹൃദയങ്ങളാണ്, ഉള്ളുരുകി വലയുന്ന ജീവിതങ്ങളാണ്. മനസ്സ് നൊന്ത് വിങ്ങുകയാണ്, നെടുവീർപ്പ് ഏഴുകയാണ്, സ്വസ്ഥതയില്ല, സമാധാനമില്ല. നമ്മിൽ പലരും അങ്ങനെയല്ലേ? മനസ്സമാധാനമില്ലാതെ അഴലുന്നു. കുടുംബക്ലേശങ്ങൾ എല്ലാം ഉണ്ട്, പക്ഷേ സമാധാനം മാത്രമില്ല. എല്ലാം ഉണ്ട്, പക്ഷേ സ്നേഹമില്ല. അനേക കുടുംബങ്ങളിങ്ങനെ നീറിപ്പോകുകയല്ലേ? ജീവിതത്തിൽ മനസ്സ് ഭാരപ്പെട്ട്, ഉള്ള് ഉരുകി വലഞ്ഞ്, ജീവിതം ഭാരം നിറഞ്ഞ്, ആശ്വാസത്തിൻ്റെ കണിക ഏശാതെ മനസ്സ് വിങ്ങിക്കഴിയുന്ന എത്രയോ ആളുകളാണുള്ളത്, അല്ലേ? ഓരോരുത്തരും അങ്ങനെയാണ്, ഓരോ പ്രായത്തിലും അങ്ങനെയാണ്. ഞാൻ അനേകം ചെറുപ്പക്കാരുമായി സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്, ചെറുപ്പക്കാർക്ക് നാം പ്രായമായവരേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളാണ്. അവർ ഒരു ഏകാന്തതയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. ഏകാന്തതയിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, വീട്ടിൽ സൗകര്യമുണ്ട്, അപ്പനും അമ്മയ്ക്കും വരുമാനമുണ്ട്. പക്ഷേ ഈ മക്കൾ അവർ ഏകാന്തതയിൽ വലയുന്നു. എന്താണ് ഏകാന്തത? മനസ്സിൻ്റെ ഏകാന്തത. സോളിറ്റ്യൂഡ് എമിഡ്സ്റ്റ് മൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുജനത്തിൻ്റെ മധ്യേ ഏകാന്തത. എല്ലാം ഉണ്ട്. സോളിറ്റ്യൂഡ് എമിഡ്സ്റ്റ് മൾട്ടിറ്റ്യൂഡ്. ജനങ്ങൾ ധാരാളമുണ്ട്, ആളുകൾ ധാരാളമുണ്ട്, വീട്ടിൽ ധാരാളം പേര് വരുന്നുണ്ട്, അതിഥികൾ വരുന്നുണ്ട്, അവർ സൽക്കരിക്കുന്നുണ്ട്. പക്ഷേ ഓരോ മനുഷ്യനും ഏകാന്തതയിലാണ്. അവനവൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ ദുരിതങ്ങളിൽപ്പെട്ട് നട്ടം തിരിഞ്ഞ് ഒറ്റപ്പെട്ട് വലഞ്ഞ് കഴിയുകയാണ്. ഏകാന്തത. അപ്പോസ്തലനായ യോഹന്നാൻ ഏകാന്തതയിലായിപ്പോയി. പത്മോസ് ദ്വീപിൽ ഏകാഗിയായിരിക്കുമ്പോൾ അപ്പോസ്തലൻ്റെ ഉള്ളു വിങ്ങുകയാണ്. നല്ല കാലങ്ങൾ ഇനി കിട്ടുമോ? നല്ല കാലങ്ങൾ, യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന നല്ല കാലങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് നടന്ന നല്ല കാലങ്ങൾ. ആ കൂട്ടായ്മ എന്ത് മധുരമായിരുന്നു. ഇന്നോ ഞാൻ ഏകാഗിയായിപ്പോയി. കൂട്ടുകാരെല്ലാം ഇവിടെ, അവരെല്ലാം അക്കരയ്ക്ക് പറന്നുപോയി. എല്ലാവരും പീഡിപ്പിക്കപ്പെട്ടു. ഇന്ന് ഞാൻ ഏകാഗിയായിരിക്കുന്നു. യോഹന്നസ്ലീഹ ആ സമയത്ത് മുകളിലേക്ക് നോക്കിയപ്പോൾ കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നു. കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നു. ഈ മനുഷ്യനെന്ന് എന്നാണ് ചത്തതുപോലെയായി തീരുന്നത്? ചാകണമെന്നില്ല, എണിക്കാൻ വയ്യാതെ കടന്നാൽ മതി, കൊത്തി കീറാം. ശരീരത്തിൻ്റെ മാംസശകലങ്ങളെല്ലാം കൊത്തി കീറിയെടുക്കാം. അങ്ങനെ ആ കഴുകന്മാർ നോക്കി വട്ടമിട്ട് പറക്കുകയാണ്. ഇതിനുമുമ്പ് എത്രയോ ആളുകൾ ഇതുപോലെ നാടുകടത്തപ്പെട്ടവരുടെ മാംസം തിന്ന കഴുകന്മാരാണ് മാംസം തീനി കഴുകന്മാർ. അവരിങ്ങനെ വട്ടമിട്ട് പറക്കുന്നു. യോഹന്നസ്ലീഹ ഓർത്തു, അല്പം പുഞ്ചിരിയോടെ ഓർത്തു, ഏതാനും ദിവസം മതി, നിങ്ങൾക്ക് വരാം, എൻ്റെ മാംസം ഭക്ഷിക്കാം. കഴുകന്മാർ, വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മെ കൊത്തിക്കീറാൻ നമ്മുടെ മുകളിൽ വട്ടമിട്ട് പറക്കുന്ന ഒരു ദുരാത്മസേനയുണ്ട്. നമ്മെ നശിപ്പിക്കാൻ, നമ്മുടെ വീര്യം കെടുത്താൻ,
നമ്മുടെ ആത്മവീര്യം നശിപ്പിക്കാൻ നമ്മുടെ ചുറ്റും വട്ടമിട്ട് പറക്കുന്ന ദുഷ്ടന്മാരുണ്ട്. അത് ദുരാത്മസേനയാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ 14-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും മാത്രമേ. വാഴ്ചകളും അധികാരങ്ങളും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന, ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതികൾ, ഇരുട്ടിൻ്റെ അധികാരിയായ പിശാചിൻ്റെ സൈന്യങ്ങൾ, ദുരാത്മസേനകൾ പറന്നു നടക്കുകയാണ്. പകൽ പറക്കുന്ന അസ്ത്രം എന്ന പോലെ, രാത്രി സഞ്ചരിക്കുന്ന വചനം എന്ന പോലെ, പകൽ പറക്കുന്ന അസ്ത്രത്തെയും രാത്രി സഞ്ചരിക്കുന്ന വചനത്തെയും ഉച്ചയിൽ വന്ന കാറ്റിനെയും നീ പേടിക്കേണ്ട എന്ന് സങ്കീർത്തനം 91 നാം വായിക്കുന്നുണ്ട്. പകൽ പറക്കുന്ന അസ്ത്രം പോലെ ദുരാത്മാക്കൾ പറന്നു നടക്കുകയാണ്. ആരെയാണ് കൊത്തി കീറേണ്ടത്? ആരെയാണ് നശിപ്പിക്കേണ്ടത്? എവിടെയെങ്കിലും സമർപ്പണം എടുത്തൊരു ദൈവവേദന നിൽക്കുന്നെങ്കിൽ അവൻ നശിപ്പിക്കാൻ പിശാച് വട്ടമിട്ട് നോക്കുകയാണ്. ഓരോ പ്രതിസന്ധികൾ, ഓരോ പ്രശ്നങ്ങൾ, ഓരോ എതിർപ്പുകൾ, ഓരോ ആക്രമണങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങളാണ് വരുന്നത്. അല്പം വിശ്വാസത്തോടെ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ അല്ല ഒരു പുരുഷനോ സ്ത്രീയോ എവിടെയുണ്ടോ അവനെ തകർത്തി അടങ്ങും എന്നുള്ള വാശിയോടുകൂടി ദുരാത്മസേനകളിങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ആയാറിൽ പതിരിക്കുന്ന ദുഷ്ടാത്മസേന. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും, ആരുടെയും ജീവിതത്തിൽ ദുർദിവസം ഉണ്ടാകും. ദുർദിവസം, കഷ്ടകാലത്തിൻ്റെ ദിവസം, ശത്രുവിൻ്റെ ആക്രമണത്തിൻ്റെ ദിവസം, ദുരാത്മസേനയുടെ ആക്രമണത്തിൻ്റെ ദിവസം, രോഗത്തിൻ്റെ ആക്രമണമാകാം, അത്യാഹിതങ്ങളുടെ ആക്രമണമാകാം, മരണത്തിൻ്റെ ആക്രമണമാകാം, വിയോഗത്തിൻ്റെ ആക്രമണമാകാം, വിരഹത്തിൻ്റെ ആക്രമണമാകാം, കടത്തിൻ്റെ ആക്രമണമാകാം, ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങൾ നോക്കി നമ്മെ കൊത്തിക്കീറാൻ പിശാചുക്കൾ നോക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും, ദുർദിവസമുണ്ട്. ഏത് ദൈവം ഇതിൻ്റെ ജീവിതത്തിലും ദുർദിവസമുണ്ട്. ഭയപ്പെടേണ്ട. നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. ആയുധധാരികളായി നിൽക്കണം. സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണസ്ഥിരത കാണിപ്പീൻ. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ക്രിസ്ത്യാനികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥനയിൽ പൂർണ്ണസ്ഥിരത കാണിപ്പീൻ. ബാക്കി ഒന്ന് വായിക്കൂ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിനെ ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ടു നിൽപ്പീൻ. രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. അങ്ങനെയാണ് ശത്രുവിൻ്റെ മേൽ ജയം കൊള്ളാൻ പറ്റുകയുള്ളൂ. ദുരാത്മസേനകൾ കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നു. യോഹന്നസ്ലീഹ നോക്കി, ചുറ്റുപാടും നോക്കി, ഉണങ്ങിയ അസ്ഥികൾ കഴുകന്മാർ തിന്നു തീർത്തതിന് ശേഷം മാംസമെല്ലാം കൊത്തിക്കീറി എടുത്തതിന് ശേഷം ബാക്കി വന്ന ഉണങ്ങിയ അസ്ഥികൾ ഇങ്ങനെ ചെതറിക്കിടക്കുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് എൻ്റെയും അസ്ഥികൾ ഇതുപോലെ ചെതറിക്കിടക്കും. അപ്പോൾ ഓർത്തു, എത്രയും വേഗം അങ്ങ് കർത്താവിൻ്റെ അടുത്തേക്ക് പോയാൽ മതിയായിരുന്നു. എത്രയും വേഗം അങ്ങ് പോയാൽ ഈ ദുരിതം തീരുമായിരുന്നല്ലോ. എത്രയും വേഗം ഒന്ന് മാറിക്കിട്ടിയാൽ മതിയായി, ഈ ലോകത്തുനിന്ന് പോയാൽ മതിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ നോക്കി, അങ്ങ് കടലിൽ നിന്ന് ആഞ്ഞടിച്ച് വരും തിരമാലകളിൽ നിന്ന് പാറമേൽ ആഞ്ഞടിക്കുന്നു. പാറ പിളർക്കുമാർ ഉഗ്ര ശബ്ദത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശബ്ദം കേട്ടപ്പോഴാണ് അപ്പോസ്തലന് പെട്ടെന്ന് ഓർമ്മ വന്നത്, നല്ല കാലങ്ങൾ, കഷ്ടം തീർന്നു പോയല്ലോ. എൻ്റെ കർത്താവിൻ്റെ ഒരുമിച്ച് ഗലീലക്കടലിൽ കൂടി പടകിൽ യാത്ര ചെയ്ത കാലങ്ങൾ. അന്ന് ഇതുപോലെ കടൽ അരമ്പിയപ്പോൾ
കടലിലെ തിരകൾ ആർത്തലച്ചപ്പോൾ അന്ന് കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചല്ലോ. അന്ന് കടലിന്മേൽ നടന്ന് യേശു എന്ന പടകിൽ കയറിയല്ലോ. പെരുവെള്ളത്തിൻ്റെ മീതെ നടന്നു വന്ന കർത്താവ് യേശു ക്രിസ്തു നടന്നു വരുന്നത് ഈ ഞാനും കണ്ടതാണല്ലോ. ഓളങ്ങളുടെ മീതെ നടന്ന് തിരമാലകളെ മെതിച്ച് നടന്നു വരുന്ന ക്രിസ്തുവിനെ ഞാൻ നേരിട്ട് കണ്ടതാണല്ലോ. ആ യേശു ഒന്നിപ്പോൾ വന്നിരുന്നെങ്കിൽ, ഈ ഏകാഗിയായിരിക്കുന്ന എൻ്റെ അരികിലേക്ക് എൻ്റെ രക്ഷകൻ ഇപ്പോൾ ഒന്ന് വന്നിരുന്നെങ്കിൽ, എനിക്കൊരു ആശ്വാസമായി എൻ്റെ യേശു ഒന്ന് കടന്നു വന്നിരുന്നെങ്കിൽ. കർത്താവേ, നീ മാറ്റമില്ലാത്തവനാണല്ലോ. അന്ന് ഞങ്ങളുടെ കൂടെ പടകിലേക്ക് നീ വന്ന് ഞങ്ങളുടെ കൂടെ പടകിൽ നീ നിന്ന് കാറ്റിനെയും കടലിനെയും ശാസിച്ചല്ലോ. ഇന്ന് കർത്താവേ, മറ്റൊന്നും വേണ്ട, എനിക്ക് ആ കൂട്ടായ്മ തന്നാൽ മതി. ഓളങ്ങൾ എരമ്പുന്ന ശബ്ദം കേൾക്കുമ്പോൾ നാഥ, നീ അന്ന് കൂടെ നടന്നതെല്ലാം ഓർമ്മയിൽ വരുന്നു. കർത്താവേ, ആ നല്ല നാളുകൾ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്തുണ്ടായി നമുക്ക് വായിക്കാം. കറുത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫേസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദമെൻ്റെ പുറകിൽ കേട്ടു. നിൻ്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല, അതാണ് പറയുന്നത്. ഒരു ശബ്ദം കേട്ടു, മോനെ, നിൻ്റെ ശുശ്രൂഷ അവസാനിച്ചില്ല, നീ വാർദ്ധക്യമായി എന്ന് പറയുന്നു. ഈ കഴുകുമാർ കൊത്തിക്കീറുന്ന ആളിന് വേണ്ടി നീ കാത്തിരിക്കുന്നു. നീ ഈ അലമാലകൾ ഇളകി അലറി കുതിച്ച് വരുമ്പോൾ നീ ഭീതിയോടെ നോക്കിപ്പോകുന്നു. തീർന്നില്ല, നിൻ്റെ ശുശ്രൂഷ തീർന്നില്ല. നിൻ്റെ ശരീരബലം കുറഞ്ഞു, ശരിയാണ്. ശരീരത്തിൻ്റെ ഓജസ് കുറഞ്ഞു, ശരിയാണ്. നിൻ്റെ ശരീരത്തിൻ്റെ കരുത്ത് കുറഞ്ഞു, ശരിയാണ്. പക്ഷേ നിൻ്റെ ശുശ്രൂഷ തീർന്നില്ല. ശുശ്രൂഷയുടെ കരുത്ത് കുറഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷ തീർന്നിട്ടില്ല. ദൈവം പറയുകയാണ്, നിനക്കൊരു ശുശ്രൂഷയുണ്ട്, എഴുതി വയ്ക്കുക. വരും കാലത്തേക്കുള്ളത് എഴുതി വയ്ക്കുക. ഇനി സംഭവിപ്പാനിരിക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. മേലിൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇതെല്ലാം ഞാൻ നിന്നെ അറിയിക്കാം. ദൈവത്തിന് സ്തോത്രം. അത് നിനക്ക് വേണ്ടിയല്ല, വരുംകാല തലമുറയ്ക്ക് വേണ്ടി ഞാൻ എഴുതിത്തരാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുകയാണ്, നീ എഴുതി വയ്ക്കുക, നീ ശുശ്രൂഷ ചെയ്യുക. നിനക്കൊരു വേലയുണ്ട്, നിനക്കുള്ള വേല ഞാനിതാ ഫലമേൽപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവം നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നു, നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്, നിങ്ങൾക്കൊരു വേലയുണ്ട്. നിങ്ങളെക്കൊണ്ട് മാത്രം നിവർത്തിക്കാവുന്ന ഒരു വേല കർത്താവ് കണ്ടിട്ടുണ്ട്. വേറെ ആരും അതിനൊപ്പമാകുകയില്ല. നിങ്ങൾ ചെയ്യേണ്ട ആ വേല നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. വേറെ ആരും ചെയ്താൽ ഒക്കുകയില്ല. വേറെ ആരെയും സ്വീകരിച്ചെന്ന് വരികയില്ല. നിങ്ങൾക്കൊരുപക്ഷെ ആ ഭവനത്തിലേക്ക് പ്രവേശനം തന്നു വരും. നിങ്ങൾക്കൊരുപക്ഷെ ആ ഭവനത്തിലുള്ള ആളോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വരും. പറയൂ, സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ പറയൂ, സ്വാതന്ത്ര്യം ഉള്ളിടത്ത് പറയൂ. നാളെ കിട്ടിയെന്ന് വരികയില്ല. ദൈവത്തിന് സ്തോത്രം. നീ എഴുതി വയ്ക്കുക. 7 സഭകൾക്കുള്ള ദൂത് നീ എഴുതി വയ്ക്കുക. സഭകൾക്കുള്ള ദൂത് എഴുതി വയ്ക്കുക. സഭകളോട് എനിക്ക് ചിലത് പറയാനുണ്ട്. സഭകളോട് എനിക്ക് ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട്. പെർഗമോസിൽ ഒരു സഭയുണ്ട്, എഫേസോസിൽ സഭയുണ്ട്, സ്മുർന്നയിൽ സഭയുണ്ട്, തുയത്തൈരയിൽ സഭയുണ്ട്, സർദീസിൽ സഭയുണ്ട്, ഫിലഡൽഫിയയിൽ സഭയുണ്ട്, ലവോദിക്കയിൽ സഭയുണ്ട്, ആസിയയിൽ 7 സഭകൾ. ഈ പ്രാദേശിക സഭകൾക്കെല്ലാം അറിയിക്കാൻ എൻ്റെ കയ്യിലൊരു ദൂതുണ്ട്. ആ ദൂത് ഞാൻ നിന്നെ ഫലമേൽപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുന്നത് എപ്പോഴാണ്? നാം ആത്മവിശുദ്ധയിലാകുമ്പോഴാണ് അറിയിക്കുന്നത്. ആത്മാവിൻ്റെ വിശുദ്ധ വരുമ്പോൾ സ്വർഗത്തെ ദൈവത്തിന് അനേകർക്ക് കൊടുക്കാനുള്ള ദൂത് നമ്മെ ഫലമേൽപ്പിക്കും. അനേകരെ ഏൽപ്പിക്കാനുള്ള, അനേകർക്ക് കൊടുക്കാനുള്ള രത്നം നമ്മുടെ കയ്യിൽ തരും. സ്വത്ത് നമ്മുടെ കയ്യിൽ തരും. അനേകർക്ക് വിതരണം ചെയ്യേണ്ടതാണ്. അത് നമുക്കുള്ളതല്ല, സൗജന്യമായി നമുക്ക് ലഭിച്ചു, സൗജന്യമായി നമുക്ക് കൊടുക്കേണ്ടതാണ്. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ ഈ രക്ഷയുടെ മർമ്മം പിടികിട്ടിയിട്ട് എത്ര പേര് ഇത് കൊടുത്തു? ദൈവത്തിന് സ്തോത്രം. എത്ര പേര് വിതരണം ചെയ്തു? ഇന്ന് രാവിലെ ഞാൻ ചിന്തിച്ചു. ദൈവത്തിന് സ്തോത്രം. ചിന്തിച്ചത് എങ്ങനെയാണ്? എൻ്റെ കർത്താവേ, എത്രയോ ആളുകൾക്ക് വചനം കിട്ടി. ഇത്രയും സത്യ വെളിച്ചം കിട്ടിയവർ എത്ര പേരുണ്ട് ലോകത്ത്? സത്യ വെളിച്ചം, ഒരു വലിയ വെളിവല്ലേ കിട്ടിയിരിക്കുന്നത്. എന്താണ് വെളിവ്? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ അറിയുന്നുണ്ടോ എന്താണ് നമുക്ക് കിട്ടിയ വെളിവ്? നമുക്ക് കിട്ടിയ വെളിവ് എന്ന് പറയുന്നത് നിത്യതയെക്കുറിച്ചുള്ള വെളിവാണ്. നമുക്ക് കിട്ടിയ വെളിവ് ക്രൂശിൻ്റെ വെളിവാണ്, ക്രൂശിൻ്റെ ദർശനമാണ്. നമുക്ക് കിട്ടിയ വെളിവ് തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തിയിലുള്ള വിശ്വാസമാണ്. നമുക്ക് കിട്ടിയ വെളിവ് പ്രാർത്ഥന കേൾക്കാനൊരു ദൈവമുണ്ട് എന്നുള്ള വിശ്വാസമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കിട്ടിയ വെളിവ് നാം അപ്പനുള്ള മക്കളാണെന്നുള്ളതാണ്. ഭർത്താവ് മരിച്ചുപോയി, പക്ഷേ എനിക്ക് ഒരു കാന്തനുണ്ട്, എനിക്കൊരു മണവാളനുണ്ട്, എനിക്കൊരു നാഥനുണ്ട്, എനിക്കൊരു ഉടയവനുണ്ട് എന്നുള്ള ഉറപ്പാണ്. അപ്പൻ മരിച്ചുപോയി, പക്ഷേ എൻ്റെ അപ്പൻ സ്വർഗത്തിൽ ജീവിക്കുന്നുള്ളതായി ഉറപ്പാണ്.
ദൈവത്തിന് സ്തോത്രം. നമുക്ക് കിട്ടിയ വെളിവ് എന്താണ്? എൻ്റെ ആത്മാവിൽ പാപമുണ്ട്, ആത്മാവിൽ പാപം ഉള്ളതുകൊണ്ട്, പുറമേ പാപം ഇല്ലെങ്കിലും എൻ്റെ അന്തരംഗത്തിൽ പാപം ഉള്ളതുകൊണ്ട് ഞാൻ നരകത്തിലേക്ക് പോകുകയുള്ളൂ എന്നുള്ള ഒരു വ്യക്തമായൊരു കാഴ്ചപ്പാടാണ് നമുക്ക് കിട്ടിയ വെളിവ്. നരകത്തിലേക്ക് പോകരുത്, സ്വർഗത്തിലേക്ക് പോകാം, അതിനുള്ള വഴി കർത്താവ് തെളിച്ചു തരുന്നുള്ള വെളിവാണ്. വെളിവ് കിട്ടിയ ഒരു സമൂഹമാണ് നാം ഓരോരുത്തരും. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ആളുകൾ പരിഹസിക്കട്ടെ, ആളുകൾ കളിയാക്കട്ടെ, ആളുകൾ കിംവദന്തികൾ പരത്തട്ടെ, ആളുകൾ ഇല്ലാത്തതൊക്കെ പറഞ്ഞുകൊള്ളട്ടെ, അല്ല മേലേക്കടയിലുള്ള ആളുകൾ, ഉന്നതന്മാരായ ആളുകൾ തന്നെ നമ്മെ എതിർക്കട്ടെ, ഒന്നും പേടിക്കാനില്ല. വെളിവ് കിട്ടിയ വർഗമാണ് നാം ആരാണ്? നിത്യനായ ദൈവം നമ്മുടെ ദൈവമാണ്. അഖിലാണ്ടത്തെ മെനഞ്ഞവൻ നമ്മുടെ ദൈവമാണ്. അണ്ടകടാഹത്ത് നിർമ്മിച്ചവൻ നമ്മുടെ ദൈവമാണ്. ആകാശഗോളങ്ങളെ മെനഞ്ഞവൻ നമ്മുടെ ദൈവമാണ്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മെനഞ്ഞവൻ നമ്മുടെ ദൈവമാണ്. അവൻ എൻ്റെ അപ്പനാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിസ്സാര കാര്യമാണോ? ഞാൻ ആരാണ്? യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവൻ അവകാശമാം ജനം നാം. പരദേശികളാണ്. നമ്മളിവിടെ ശാശ്വതവാസം ഒന്നുമില്ല, ഇവിടെ സ്ഥിരമായി പാർപ്പിടമില്ല. പരദേശികൾ നാം, ഭാഗ്യശാലികളാണ് നാം. ഇതുപോലൊരു ജാതിയുണ്ടോ? പാട്ടുകാരൻ പാടുകയാണ്, ഇതുപോലൊരു ജാതിയുണ്ടോ? വെളിവ് കിട്ടിയ ജാതി. സ്നേഹിതരെ, നിങ്ങൾക്കറിയാമോ? വെളിവ് കിട്ടിയവരാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വെളിവ് കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വെളിവ് കിട്ടിയവരാണ് നാം, ഭാഗ്യം ലഭിച്ചവരാണ് നാം, അനുഗ്രഹീത ജനമാണ് നാം. നമുക്കൊന്ന് പാടാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. പരദേശികൾ നാം, ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? എഴുതുക, നീ ശുശ്രൂഷ ചെയ്യുക. ഇനി ശുശ്രൂഷയുണ്ട്. ഈ 7 സഭകൾക്ക് നീ എഴുതുക എന്ന് ശബ്ദം കേട്ടു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞത്? കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പിറകിൽ കേട്ടു. ഈ പെരുവെള്ളത്തിൻ്റെ എരച്ചിലിനേക്കാളും ഉയർന്നു വരുന്ന മഹാനാദം, കടലോളങ്ങളുടെ ഇരമ്പലുകളെ അതിജീവിക്കുന്നൊരു മഹാനാദം, ഒരു വലിയ ഗൗരവമേറിയ ഉറച്ച ശബ്ദം കേട്ടു. ക്രൂശുമേൽ കിടന്ന്, പിതാവേ എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ ആ ശബ്ദമല്ല. അതുതന്നെ യേശുക്രിസ്തു തന്നെ ക്രൂശുമേൽ കിടന്ന്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്താ എന്ന് നിലവിളിച്ച ആ ദീനശബ്ദമല്ല. ക്രൂശുമേൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ ആ ദയനീയ ശബ്ദമല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇപ്പോൾ പറയുന്നത് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന തേജോമയനായ ക്രിസ്തുവിൻ്റെ ശബ്ദം മഹാനാദത്തിനൊത്ത മഹാശബ്ദമാണ്. അത് കാഹളത്തിനൊത്ത മഹാശബ്ദമാണ്. കാഹളമൂതി അറിയിക്കുന്നത് പോലെ വളരെ ശബ്ദഗരിമയോടുകൂടി, ശബ്ദത്തിൻ്റെ ഗാംഭീര്യത്തോടുകൂടി, മുഴക്കത്തോടുകൂടി വരുന്നതായ പെരുവെള്ളത്തിൻ്റെ എരച്ചിലിനേക്കാളും ശക്തിയേറിയ മഹാനാദം കേട്ടു. ശബ്ദം കേട്ടു, ഞെട്ടിപ്പോയി. എന്ത്? ആരോരുമില്ലാത്ത ഈ ദ്വീപിൽ എവിടുന്ന ഈ ശബ്ദം? ഇങ്ങനൊരു ശബ്ദം കേട്ടിട്ടില്ലല്ലോ. ഇതിനിപ്പോൾ പരിചയമുള്ള ശബ്ദം ഇങ്ങനെയല്ലല്ലോ. ഏത് ശബ്ദം? ഞെട്ടിത്തിരിഞ്ഞു, കേട്ടു. അപ്പോൾ എന്ത് ചെയ്തു? എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. കേട്ടു, തിരിഞ്ഞു. പിന്നെ തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. ദൈവത്തിന് സ്തോത്രം. തിരിഞ്ഞപ്പോൾ കണ്ടു. ആരെ കണ്ടു? യേശുവിനെ കണ്ടു. സ്നേഹിത, ഇന്ന് നീ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഉള്ളവും തിരിയാമോ? യേശുവിനെ കാണാം. അടുത്ത് നിൽക്കുന്നുണ്ട്. നീ എവിടെ ഇരുന്നത് കേൾക്കുന്നോ അവിടെ യേശു വരുന്നുണ്ട്. ഈ ശബ്ദം വരുന്നിടത്ത് യേശു വരുന്നുണ്ട്. ശബ്ദം വചനമാണ്. വചനം ദൈവത്തിൻ്റെ ശബ്ദമാണ്. വചനം ദൈവത്തിൻ്റെ ദൂതാണ്. വചനം നിന്നുള്ള സ്പെസിഫിക് മെസ്സേജാണ്. നിനക്കുള്ളതായ പ്രത്യേക സന്ദേശമാണ്. നിനക്കുള്ള പ്രത്യേക ദൂതാണ്. ദൈവത്തിന് സ്തോത്രം. തിരിഞ്ഞു, കണ്ടു. കണ്ടപ്പോൾ അമ്പരന്ന് പോയി, അത്ഭുതപ്പെട്ടു പോയി. ഓ, ഞാനൊന്ന് ചിന്തിച്ചുള്ളല്ലോ, ആ പഴയ കാലങ്ങളൊന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന്, യേശുവിൻ്റെ കൂടെ നടന്ന കാലങ്ങളൊന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന്, യേശുവിനെ സ്തുതിച്ചുകൊണ്ട് കൂടെ നടന്ന കാലങ്ങളൊന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന്. എല്ലാം മറന്ന്, പടകും വലയും മറന്ന്, അപ്പനായ സെബദിയെയും മറ്റെല്ലാവരെയും മറന്ന് ഇറങ്ങി പുറപ്പെട്ട നല്ല കാലങ്ങൾ തിരിച്ച് കിട്ടിയിരുന്നെങ്കിലെന്ന്.
വിട്ടതും വെറുത്തതും വെറുതെ ആയില്ലല്ലോ. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഇറങ്ങി പുറപ്പെട്ടത് വെറുതെ ആയില്ലല്ലോ. എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടു. നാഥനെ ക്രൂശിക്കുന്നത് കണ്ടു, എല്ലാവരും ചിതറി ഓടുന്നത് കണ്ടു. ഈ പാവപ്പെട്ടന് മാത്രം അവിടെ ചേർന്ന് നിൽക്കാനിടയായി. പത്രോസ് പോലും യേശുവിനെ തള്ളിപ്പറഞ്ഞു. തോമാസ് അവിശ്വാസിയായി മാറി. ദൈവമേ, പലരും പഴയ പടകും വലയും എടുത്ത് പോയി. എൻ്റെ കർത്താവേ, എങ്കിലും എല്ലാവരെയും നീ വീണ്ടും തടുത്തു കൂട്ടി, വീണ്ടും നീ എല്ലാവരെയും കോർണർ ചെയ്ത് കൊണ്ടുവന്ന് നിൻ്റെ വേല ഫലമേൽപ്പിച്ചല്ലോ. എൻ്റെ കർത്താവേ, ഈ ഉള്ളവനെയും നീ ഉപേക്ഷിച്ചില്ലല്ലോ, നീ കണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഈ മഹാനാഥം കേട്ടിടത്തേക്ക് നോക്കിയപ്പോൾ അപ്പോൾ കണ്ടു, കേട്ടു, തിരിഞ്ഞു, കണ്ടു. മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ, 7 പൊൻ നക്ഷത്രം വലങ്കയിൽ പിടിച്ചിരിക്കുന്നവൻ, ദൈവത്തിന് സ്തോത്രം. ഉരുക്കിയ വെള്ളോട്ട് സദൃശമായ കാലുകളോട് കൂടിയവൻ, ദൈവത്തിന് സ്തോത്രം. തേജോമയനായ യേശുവിനെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞിപോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാല് ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ അപ്പോസ്തലൻ ഇത് വർണ്ണിക്കുമ്പോൾ അപ്പോസ്തലൻ വാചാലനാകുകയാണ്. ആ മോഹന രൂപം മനസ്സിൽ തിളങ്ങി നിൽക്കുകയാണ്. എൻ്റെ സ്നേഹിതരെ, ഇന്ന് ഈ വചനം കേട്ട് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപം നിങ്ങളുടെ ഉള്ളിൽ തിളങ്ങി നിൽക്കട്ടെ. ഭാരമുള്ള ഈ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുള്ള ഈ ലോക ജീവിതത്തിൽ, ആകുലങ്ങളും ആവലാതികളുമുള്ള ഈ ലോക ജീവിതത്തിൽ, ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളുമുള്ള ഈ ലോക ജീവിതത്തിൽ, ആരോരും ഒന്ന് സഹതിപ്പാനില്ലാത്ത ഈ ലോക ജീവിതത്തിൽ യേശുവിൻ്റെ ക്രൂശിത രൂപം നിങ്ങളുടെ ഉള്ളിൽ തിളങ്ങി നിൽക്കട്ടെ. ആ രൂപത്തെ, ആ ക്രൂശിതനായ യേശുവിനെ നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതയാത്ര നിങ്ങൾക്ക് തുടരാം. അവൻ്റെ പാദപീഠത്തിൽ നിങ്ങൾക്ക് അർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ കണ്ടു. മാത്രമല്ല, പിന്നെ തുറന്ന് വായിക്കുന്ന എന്താണ്? അവൻ്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. വായിൽ നിന്ന് പുറപ്പെടുന്നത് വാളാണ്. അത് മൂർച്ചയുള്ള വാളാണ്. അത് ഇരുവായ്ത്തലയുള്ള വാളാണ്. വചനം വാളാണ്. അവൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം വാളാണ്. അത് ഹൃദയത്തെ കീറി മുറിക്കുന്നതാണ്. എൻ്റെ സ്നേഹിതരെ, ഞാനും ആശിച്ചു പോകുന്നു. കർത്താവേ, ആ വാളുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നീ എന്നെ കീറി. ആ വാളുകൊണ്ട് എൻ്റെ യൗവനത്തിൻ്റെ ആരംഭത്തിൽ നിൻ്റെ ഈ പാവപ്പെട്ട ദാസനെ നീ കീറി, ഹൃദയം കീറി, ഹൃദയം തകർത്തു. ഒരു സമർപ്പണം എടുക്കാൻ ഭാഗ്യം നീ തന്നു. ഇവിടെ ഇരിക്കുന്ന ഈ വാക്കുകളെ കേൾക്കുന്ന അനേകം പേര്, ദൂരദേശങ്ങളിലിരുന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന അനേകം പേര് ജീവിതത്തിൽ ഈ വാളിൻ്റെ മുറിവേറ്റവരാണ്. ഈ വാൾ കൊണ്ട് വെട്ടേറ്റവരാണ്. വചനത്തിൻ്റെ വാള്. ദൈവത്തിന് സ്തോത്രം. വചനത്തിൻ്റെ വാളുകൊണ്ട് എന്തെല്ലാമാണ് ചീന്തിക്കളഞ്ഞത്. കോപത്തെ ചീന്തിക്കളഞ്ഞു. അല്ലേ? ശരിയല്ലേ? കോപിച്ചെന്നും ക്രുദ്ധിച്ച് വീട്ടിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഈ വാള് കീറി, ആ വേണ്ടാതിനെല്ലാം കത്തിച്ച് കളഞ്ഞു, എല്ലാം കീറിക്കളഞ്ഞു, എല്ലാം മാറ്റിക്കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ വാളുകൊണ്ട് നിങ്ങളുടെ അശുദ്ധിയെ കീറിക്കളഞ്ഞു. ഇല്ലേ? ശരിയല്ലേ? നിങ്ങളുടെ അശുദ്ധ വികാരങ്ങളെ, മ്ലേച്ഛ മോഹങ്ങളെ, മലിനമായ ചിന്തകളെ എല്ലാം ഈ വാളുകൊണ്ട് ഛേദിച്ച് കളഞ്ഞു. അല്ലേ? ഓർത്ത് നോക്കൂ, എന്തെല്ലാമാണ് വിട്ടുപോയത്. ഏതെല്ലാം ദുഷ്ടപിശാചുക്കളാണ് വിട്ടുപോയത്. ഓരോന്ന് ഈ വാളുകൊണ്ട് വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ, വാളുകൊണ്ട് ഛേദിച്ചു കൊണ്ടിരുന്നപ്പോൾ ഓരോരോ പിശാചുകൾ വിട്ടുപോയി. രോഗത്തിൻ്റെ പിശാച് വിട്ടുപോയി, രോഗത്തിൻ്റെ ആത്മാവ്. ഭൂതാത്മാക്കൾ വിട്ടുപോയി, ചില ഭൂതങ്ങൾ വിട്ടുപോയി. മനോരോഗങ്ങളുടെ ബാധകൾ വിട്ടുപോയി. ഈ വാളുകൊണ്ട് എന്തെല്ലാമാണ് നിങ്ങളിൽ നിന്ന് ഛേദിച്ച് കളഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ, ഏതെല്ലാം തലമുറകളായി വന്ന ശാപങ്ങളാണ് ഈ വാളുകൊണ്ട് ഛേദിച്ച് കളഞ്ഞത്. സ്വർഗത്തിൻ്റെ വാള്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. രാജാധിരാജൻ്റെ വാള്, വചനമെന്ന വാള്, ഇരുവായത്തിലുള്ള മൂർച്ചയുള്ള വാള്. ആ വാളേറ്റാൽ ഭാഗ്യമാണ്. ആ വാളേറ്റ് നിങ്ങളുടെ പാപസ്വഭാവങ്ങൾ കീറിക്കളഞ്ഞാൽ ഭാഗ്യമാണ്. ആ വാൾ നിങ്ങളെ ചെത്തിക്കളഞ്ഞാൽ ഭാഗ്യമാണ്. ദുസ്വഭാവങ്ങൾ ചെത്തിക്കളഞ്ഞു, മദ്യപാനം ചെത്തിക്കളഞ്ഞു, ഭാര്യയോടുള്ള വിരക്തി ചെത്തിക്കളഞ്ഞു, ഭർത്താവിനോടുള്ളതായ ഇഷ്ടക്കുറവ് മുഷിച്ചിലും ചെത്തിക്കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പലരെക്കുറിച്ച് ഉണ്ടായിരുന്ന, ഒരുപക്ഷെ ഭാര്യയെക്കുറിച്ചാകാം, അല്ലെങ്കിൽ ഭർത്താവിനെക്കുറിച്ചായിരിക്കാം, അല്ല മാതാപിതാക്കളെക്കുറിച്ചാകാം, മക്കളെക്കുറിച്ചാകാം, ഉണ്ടായിരുന്ന പരാതികളെല്ലാം എല്ലാം ക്ഷമിക്കുവാനുള്ള കൃപ തന്നു, എല്ലാം ചെത്തിക്കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹൃദയം വിശാലമായി കിട്ടി. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാമാണ് ഈ വാൾ ചെയ്തത്. ഈ അത്ഭുതകരമായ വാൾ ചെയ്ത അത്ഭുതങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് ചിന്തിക്കാം, കർത്താവേ, ഈ വാൾ എന്നെ ഒന്ന് തൊടണമേ, വാൾ എന്നെ കീറണമേ.
ദൈവത്തിന് സ്തോത്രം. വാള് നിങ്ങളെ തൊടാൻ കർത്താവ് ഉയർത്തിയിട്ടുണ്ട്. വചനം എന്ന വാളാണ് ഇപ്പോൾ നിങ്ങളുടെ കാതുകളിൽ കൂടി ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നത്. വചനം എന്ന വാളാണ് നിങ്ങളെ തൊടുന്നത്, നിങ്ങളെ കീറുന്നത്, നിങ്ങളെ കഴുകിയെടുക്കാൻ ബന്ധപ്പെടുന്നത്. നിങ്ങൾ ഓരോരുത്തരോടും ഈ വാള് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വാളിൽ നിന്ന് പുറപ്പെടുന്നതായ ആ തീജ്വാല നിങ്ങൾ സംസാരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഒന്ന് സമർപ്പിക്കുമോ പ്രിയപ്പെട്ടവരെ? ഇപ്പോൾ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കുമോ പ്രിയപ്പെട്ടവരെ? ജീവിതം ഈ വാളിൻ്റെ മുമ്പിൽ താഴ്ത്തി കൊടുക്കുമോ? ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാള് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്ത്, ആ വാളിൽ നിന്നുള്ള ദൂതുകൾ നിങ്ങളെ ഹൃദയത്തെ കീറുന്ന സമയത്ത്, ഹൃദയത്തെ പിളർക്കുന്ന വാളിൻ്റെ മുന്നിൽ നിങ്ങൾ വിനയപ്പെടൂ, നിങ്ങൾ താഴൂ, നിങ്ങൾ സമർപ്പിക്കൂ. കർത്താവേ, ഈ ജീവിതം നിനക്കാണ്, നിനക്ക് മാത്രം യേശുവേ, നിനക്ക് മാത്രം, വേറെ ആർക്കുമല്ല. ഇത് യേശുവിന് മാത്രമുള്ള ജീവിതമാണ്. ഇനിയുള്ള ഭാവി എത്രയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉള്ള ആയുസിൻ്റെ ശേഷിച്ച ഭാഗം മുഴുവനും ഉടയവനെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ കൈമാറുകയാണ്. ഈ ജീവിതം നിസ്സാരമായ ജീവിതം, ഈ അല്പായുസ്, ഇവിടെയുള്ളതെല്ലാം മാറിപ്പോകും, മറന്നുപോകും, എല്ലാം വിട്ടുപോകും. ഇന്ന് എന്നെ സ്നേഹിക്കുന്നവരും മാറിപ്പോകും. ഇന്നത്തെ ഈ ഭൂമിയിലുള്ളവരെല്ലാവരും മാറിപ്പോകും. മാതാപിതാക്കൾ മാറിപ്പോകും, ഭാര്യ മാറിപ്പോകും, ഭർത്താവ് മാറിപ്പോകും, മക്കൾ മാറിപ്പോകും, എല്ലാവരും മാറും. മാറാത്തതിൻ്റെ യേശു മാത്രം, ഹല്ലേലൂയ, മാറാത്തതിൻ്റെ രക്ഷകൻ മാത്രം. ഉടയവനെ, നിന്റെ വാളെന്നെ കീറണമേ, വാളെന്നെ ഛേദിക്കണമേ, എൻ്റെ തിന്മകളെല്ലാം ഛേദിച്ച് കളയണമേ, എന്നുള്ളതായ അഴുക്കെല്ലാം ഛേദിച്ച് കളയണമേ, എന്നെ വിശുദ്ധനാക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. സ്നേഹിതരെ, നിങ്ങൾ സമർപ്പിക്കുമോ? ഇപ്പോൾ വിലയേറിയ സമയം നിങ്ങൾ മുന്നിൽ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. സമർപ്പിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം. ഹൃദയം നിങ്ങളുടെ കർത്താവിൻ്റെ മുമ്പിലേക്ക് തുറന്നുകൊണ്ട് പറയണം, കർത്താവേ, ഈ ജീവിതം ഇനി മുതൽ എന്നേക്കും നിനക്ക്. യേശുവേ, എൻ്റെ ഭാവി എന്നേക്കും നിനക്ക്. ഹല്ലേലൂയ. അങ്ങനെ സമർപ്പിച്ചിട്ട് കരങ്ങൾ ഉയർത്താം. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ഉയർത്തിയിരിക്കുന്ന കൈകൾ എവിടുന്ന് കാണുന്നുവല്ലോ, ഈ കൈകൾ എടുത്ത് പിടിച്ചതിനായി സ്തോത്രം. രോഗബാധകളെ അകറ്റിയതിനായി സ്തോത്രം. ശാപബന്ധനങ്ങളെ അഴിച്ചതിനായി സ്തോത്രം. സകല ബന്ധനങ്ങളെയും കരിച്ചു കളഞ്ഞതിനായി സ്തോത്രം. കരിക്കട്ടയെ തീക്കട്ടയാക്കിയതിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ എല്ലാവരെയും തലോടണമേ, കണ്ണുനീര് തുടയ്ക്കണമേ, ശോഭനമായ ഭാവി നൽകണമേ. എല്ലാവരെയും എൻ്റെ നാഥ അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധമായുടെ നിലയിൽ ചേർക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.